ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും ഞെട്ടി നിൽക്കുന്നത് കണ്ട് രാധിക വേഗം സ്റ്റേജിലേക്ക് കയറി ചെന്നു. പബ്ബുകളിൽ ജോലി ചെയ്തിരുന്ന രാധികയ്ക്ക് ഇത്തരം സംഭവങ്ങൾ കണ്ട് നല്ല ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്കറിയാം. പക്ഷെ ജാൻവിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അനുഭവം അവൾക്ക് ആദ്യമായാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ്. രാധിക ജാൻവിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു, ജീവിതത്തിൽ ഇതുപോലത്തെ ചെറിയ സംഭവങ്ങൾക്കൊന്നും നമ്മെ തളർത്താൻ നമ്മൾ അനുവാദം നൽകരുത്. വരൂ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. ലോകം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതും പറഞ്ഞ് രാധിക അവിടെയുള്ള ആളുകൾക്ക് ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രശസ്തമായൊരു ഗാനം പ്ലേ ചെയ്യാൻ തുടങ്ങി. ആ പാട്ടിലെ വരികൾ കേട്ടപ്പോൾ ജാൻവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ചിരിച്ചുകൊണ്ട് അവൾ നവോന്മേഷത്തോടെ ഗിറ്റാർ എടുത്ത് രാധികയുടെ കൂടെ ചേർന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ പ്രകടനം വളരെ മനോഹരമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഓഡിയൻസ് അവിടെ സംഭവിച്ച ബഹളങ്ങളെല്ലാം മറന്ന് ആ സംഗീതത്തിൽ ലയിച്ചുപോയി. അപ്പോൾ കുറച്ചു ദൂരെയായിരുന്ന ആര്യൻ രാധികയ്ക്ക് ഒരു തംസപ്പ് നൽകി നന്ദി എന്ന് പറഞ്ഞു. രാധിക അപ്പോൾ പുഞ്ചിരിയോടെ തലയാട്ടി. കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൽ ആര്യന് ശരിക്കും ദേഷ്യം തോന്നിയിരുന്നു. മറ്റെന്തോ വലിയ പ്രശ്നം അവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ അവന്റെ ഉള്ളിലുണ്ടായി. ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ആര്യനെ കണ്ട് വൈകി അപ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, സാർ, വേണമെങ്കിൽ ഞാൻ ആ ചെറുപ്പക്കാരനെ കുറിച്ചൊന്ന് അന്വേഷിക്കാം. ആരോ മനഃപൂർവ്വം നമ്മുടെ ഈ പ്രോഗ്രാം അലങ്കോലമാക്കാൻ അയച്ചതാവും. ആര്യൻ വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അത് വിട്ടേക്ക്. അവൻ വെറുതെ ഒരു ഷോ ഓഫിന് വേണ്ടി വന്നതാവും. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവന് വേണ്ടി സമയം കളയണ്ട. കാര്യമൊന്നുമില്ല. രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നതാണ് എനിക്കറിയേണ്ടത്. വൈകി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അത് പറയാൻ എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു സാർ. ഞങ്ങൾ ഇപ്പോഴും അവനെ കണ്ടെത്തിയിട്ടില്ല. രാഹുൽ ഈ ഒളിച്ചുകളിയിൽ വളരെ വിദഗ്ധനാണെന്ന് തോന്നുന്നുണ്ട്. അവൻ ഇതുപോലെ ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്റെ ടീമിന് ഇതുവരെ അവനെ കണ്ടെത്താൻ കഴിയാത്തതിൽ ഞാൻ സ്വയം ലജ്ജിക്കുന്നു. പക്ഷേ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞു, ശരി, ശ്രമിച്ചുകൊണ്ടേയിരിക്കെ. അവൻ അങ്ങനെ എന്നേക്കുമായി ഒളിക്കാൻ കഴിയില്ല. ഒരിക്കൽ നമ്മൾ അവനെ പിടിച്ചിരിക്കും. അപ്പോൾ വൈഗ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയും. ആര്യൻ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, അതെന്താ? വൈഗ ആര്യനോട് പറഞ്ഞു, സാർ, നമുക്ക് രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അവന്റെ കുടുംബത്തെ വെച്ചൊന്ന് കളിച്ചു നോക്കാം. അവരെ കുടുക്കിയ അവന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ഒളിവിൽ നിന്ന് പുറത്തു വരികയല്ലാതെ അവന് മറ്റു മാർഗമൊന്നും ഉണ്ടാവില്ല. ആര്യൻ വൈകിയോട് പറഞ്ഞു, അതൊന്നും വേണ്ട. ഞാൻ അവന്റെ ബിസിനസ് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അവന്റെ വീട്ടുകാരെ ശല്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും അതല്ല എന്റെ ശൈലി. അവൻ ഇങ്ങനെ എത്ര നേരം എവിടെ വരെ ഇങ്ങനെ ഓടാൻ കഴിയും? അവന്റെ വീട് ഇവിടെയാണ്, അവന്റെ കുടുംബം ഇവിടെയുണ്ട്, അവന്റെ ബിസിനസ് ഇവിടെയുണ്ട്. അപ്പൊ അവൻ എത്ര ദിവസം ഇങ്ങനെ ഒളിവിൽ കഴിയാനാവും? അവനെ നമ്മൾ പെട്ടെന്ന് തന്നെ പിടിച്ചിരിക്കും. വൈകിയൊന്നും മൂളി. ആര്യൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി. വൈകാതെ രാഹുൽ ഈ നഗരത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ വന്ന വൈകിയുടെ ഐ ഓഫ് ഡാർക്ക് നൈറ്റിന്റെ നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിയില്ല. രാഹുൽ തീർച്ചയായും നഗരം വിട്ട് ദൂരേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോൾ കാത്തിരിക്കുക എന്നത് തന്നെയാണ് മികച്ച തന്ത്രം. അപ്പോഴേക്കും രാധികയുടെയും ജാൻവിയുടെയും ആദ്യ ഡ്യുവറ്റ് പ്രകടനം അവസാനിച്ചിരുന്നു. ഹോൾ മുഴുവൻ കരഘോഷത്തിൽ മുഴങ്ങി. അവർ രണ്ടുപേർക്കുമുള്ള അഭിനന്ദന പ്രവാഹമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. ആര്യന് വല്ലാത്ത അഭിമാനം തോന്നി. ഇരുവരും വളരെ മികച്ച ഗായകരാണെന്ന് അവിടെയുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവരുടെ ശൈലി, അവരുടെ ശബ്ദം എല്ലാം മികച്ചതായിരുന്നു. ചിലർ ഒരു കാര്യത്തെ അഭിനന്ദിച്ചു, മറ്റു ചിലർ മറ്റൊന്നിനെ അഭിനന്ദിച്ചു. പക്ഷെ ചർച്ചകളെല്ലാം അവരെ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ അഭിനന്ദനം ഇരുവർക്കും വലിയ പ്രചോദനമായി. സ്റ്റേജിൽ രാധികയും ജാൻവിയും പരസ്പരം ആലിംഗനം ചെയ്തു. വൺസ് മോർ, വൺസ് മോർ, വൺസ് മോർ എന്ന് ആക്രോശിച്ചുകൊണ്ട് ജനക്കൂട്ടം മറ്റൊരു ഗാനത്തിനായി അലറി വിളിച്ചു. ഹോൾ മുഴുവൻ അവരുടെ പേരുകൾ കൊണ്ട് നിറഞ്ഞു. നീരവ് അപ്പോൾ ആര്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എടാ, ഇവർ രണ്ടുപേരും ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എന്തായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ്? സത്യം പറഞ്ഞ ഇന്റർനാഷണൽ ലെവൽ പ്രകടനമായിരുന്നു ഇവരുടെ. വെറുതെ ഈ ക്ലബിൽ കൊണ്ടുവന്ന് പാടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആര്യൻ അത് കേട്ട് നീരവിനെ നോക്കി. അപ്പോൾ നീരവ് നിഷ്കളങ്കമായി പറഞ്ഞു, നോക്ക് ബ്രോ, നിന്റെ ഈ ക്ലബും ഇന്റർനാഷണൽ തന്നെയാണ്. എന്നാൽ ഈ പെൺകുട്ടികൾ വളരെ കഴിവുള്ളവരായതുകൊണ്ട് ഇതുപോലുള്ള വേറെയും ഇന്റർനാഷണൽ വേദികൾ കൊടുക്കാമെന്ന് പറയായിരുന്നു.
നീരവിന്റെ സംസാരം കേട്ട് ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ശരി, അവരുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ആലോചിക്കാം. ആര്യനും നീരവും തമ്മിലുള്ള സംസാരം മുഴുവൻ അവരുടെ അടുത്തിരുന്ന് പൂജ കേൾക്കുന്നുണ്ടായിരുന്നു. ജാൻവിയോട് പൂജയ്ക്കെപ്പോൾ ഒരു അസൂയ തോന്നിപ്പോയി. ആര്യനെ പോലൊരാൾ ജാൻവിയുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം താൻ എപ്പോഴാണ് ആര്യനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് പൂജയ്ക്ക് പോലും അറിയില്ലായിരുന്നു. ഒരു വിചിത്രമായ ട്രയാങ്കിൾ ലവ് അവിടെ രൂപപ്പെടുകയായിരുന്നു. നീരവിന് ജാൻവിയോട് പ്രണയം തോന്നി. പൂജയ്ക്കാണെങ്കിൽ ആര്യനോടും. ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രഭാവലയം ആര്യനുണ്ടായിരുന്നു. പൂജ എപ്പോഴൊക്കെയോ അവന്റെ പെരുമാറ്റം കാരണം അവനോട് അടുത്തുപോയി. പെട്ടെന്ന് ആര്യന്റെയും നീരവിന്റെയും സംഭാഷണം കേട്ട് പൂജ ആര്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാനൊരു കാര്യം നിർദ്ദേശിക്കാം. ആര്യൻ ചോദിച്ചു, അതിനിപ്പോ എന്താ? നീ കോളേജിലെ യൂണിയൻ സെക്രട്ടറിയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് ചിന്തിക്കാനാണ്? നിനക്കെന്തും പറയാലോ. ആര്യന്റെ വാക്കുകൾ കേട്ട് പൂജ അത്ഭുതപ്പെട്ടുവെങ്കിലും അവൻ തന്നെ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഭാവം കണ്ട് നീരവും ആര്യനും പൊട്ടിച്ചിരിച്ചു. അപ്പോൾ പൂജ പറഞ്ഞു, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, അത് സത്യമാണ്. നിങ്ങളെക്കാൾ അവരെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, കുറച്ചു മുമ്പ് ഞാനൊരു വലിയ ഇന്റർനാഷണൽ സിംഗിങ് കോമ്പറ്റീഷന്റെ പരസ്യം കണ്ടിരുന്നു. രാജ്യത്തുടനീളമുള്ള യൂണിവേഴ്സിറ്റികൾ അവരെ റെപ്രസെന്റ് ചെയ്ത് ഗായകരെ അയക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ റൗണ്ട് മുംബൈയിലാണ് നടക്കുന്നത്. 2ാം റൗണ്ട് ബംഗളൂരുവിലാണ്. ഫൈനൽ റൗണ്ട് ഇവിടെ കൊച്ചിയിലും. ഫൈനൽ മത്സരത്തിൽ വിജയിക്കുന്നയാൾക്ക് US വെച്ച് ലോകമെമ്പാടുമുള്ള ഗായകരുമായി മത്സരിക്കാനും അവസരമുണ്ട്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ജാൻവിയുടെയും രാധികയുടെയും പേര് ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്യാം. അത് കേട്ട് ആര്യൻ പറഞ്ഞു, കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. നീരവ്, എന്താ നിന്റെ അഭിപ്രായം? നീരവ് പറഞ്ഞു, ഇതുപോലുള്ള മത്സരങ്ങൾക്കൊന്നും ഞാനെതിരല്ല. എന്നാൽ ഇതിലൊക്കെ പങ്കെടുക്കുന്നവർ ചിലപ്പോ അതിന്റെ ടെൻഷനും പ്രഷറും എല്ലാം കാരണം വിഷാദത്തിലേക്ക് വരെ പോവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മത്സരം കൊണ്ട് അവർക്ക് ഒരുപാട് പഠിക്കാനാവും എന്നതും അതുപോലെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുമെന്നതും ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും അത് ശരിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കൊന്നും ഇത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇത് കേട്ട പൂജ നീരവിനോട് പറഞ്ഞു, അപ്പോ ഞാൻ പറഞ്ഞതൊരു മോശം കാര്യമാണെന്നാണോ നീ പറയുന്നത്? നീരവ് വേഗം പറഞ്ഞു, അങ്ങനെയല്ല, ഈ പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എന്നാൽ അതേസമയം അവർക്ക് നല്ല സപ്പോർട്ടും വേണ്ടി വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആര്യൻ, നീ എന്താണ് ചിന്തിക്കുന്നത്? ആര്യൻ നീരവിനോട് പറഞ്ഞു, ഏയ്, നിനക്കും സംഗീതത്തിൽ വളരെ താല്പര്യമുള്ളതല്ലേ? നീ ഗിറ്റാറും മൗത്ത് ഓർഗനും ഒക്കെ നന്നായി തന്നെ ഉപയോഗിക്കുമെന്നും എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ട് നിനക്ക് സ്വന്തമായൊരു മ്യൂസിക് കമ്പനി തുടങ്ങിക്കൂടാ? ആശ്ചര്യത്തോടെ നീരവ് പറഞ്ഞു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു കമ്പനി നടത്താനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ ഇപ്പെന്താ ഇതിനിടയിൽ എന്നെ കുറിച്ചൊരു സംസാരം? ആര്യൻ അത് പറഞ്ഞതോടെ പൂജയുടെ മുഖഭാവം മാറി. നീരവിനെ കുറിച്ച് ഇപ്പോൾ ഈ അറിഞ്ഞത് അവൾക്കൊരു അത്ഭുതമായിരുന്നു. ആര്യനും നീരവും ഒരു മ്യൂസിക് കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പൂജയുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു. എന്താണ് പൂജയുടെ പ്ലാൻ? രാധികയും ജാൻവിയും ആ മത്സരത്തിൽ പങ്കെടുക്കുമോ? അധ്യായം 67. ആര്യന്റെ ക്ലബിലെ ഉദ്ഘാടന ചടങ്ങിൽ രാധികയും ജാൻവിയും തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ഇരുവരും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രകടനം നടത്തുന്നവരാണെന്നും അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്നും നീരവ് ആര്യനോട് നിർദ്ദേശിച്ചു. അപ്പോഴാണ് നടക്കാൻ പോകുന്ന ഒരു രാജ്യാന്തര മത്സരത്തെക്കുറിച്ച് പൂജ ആര്യനോടും നീരവിനോടും പറഞ്ഞത്. ജാൻവിയും രാധികയും അതിൽ പങ്കെടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു. നീരവിന് പക്ഷേ അങ്ങനത്തെ മത്സരങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. തുടർന്ന് സ്വന്തമായൊരു എന്റർടൈൻമെന്റ് കമ്പനി തുടങ്ങണമെന്ന് ആര്യൻ നീരവിനോട് നിർദ്ദേശിച്ചു. ഇത് കേട്ട് നീരവ് ഞെട്ടി. സംഗീതത്തിൽ തനിക്ക് താല്പര്യമുണ്ടെന്ന് ആര്യനോടല്ലാതെ മറ്റാരോടും അവൻ പറഞ്ഞിരുന്നില്ല. ഇക്കാര്യം ആര്യൻ പരസ്യമായി പറഞ്ഞതോടെ അവനാകെ വല്ലാതായി. കോളേജിലെ അവരുടെ അവസാന വർഷമായിരുന്നു അത്. ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കണമെന്ന് ആദ്യമേ നീരവ് ആര്യനോട് പറയുമായിരുന്നു. നീരവനെ പോലെ സ്വതന്ത്രനായി നടക്കുന്ന ഒരാൾക്ക് 9 മുതൽ 5 വരെയുള്ള ഓഫീസ് ജോലി ഒരിക്കലും ശരിയാവില്ലെന്ന് ആര്യന് തോന്നാറുണ്ട്. ഹോസ്റ്റലിലെ രാത്രികളിൽ നീരവ് ഒറ്റയ്ക്കിരുന്ന് മ്യൂസിക് നോട്ട്സ് ഉണ്ടാക്കുന്നത് ആര്യൻ എപ്പോഴും കണ്ടിരുന്നു. പുറമേ നീരവ് എപ്പോഴും തമാശക്കാരനായി തോന്നുമെങ്കിലും ഉള്ളിൽ അവൻ വളരെ ഗൗരവമുള്ള ആളാണെന്ന് ആര്യന് മാത്രമേ അറിയൂ. കമ്പനി തുടങ്ങുന്ന കാര്യം കേട്ടപ്പോൾ നീരവ് ആര്യനോട് പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത് ബ്രോ? എനിക്കൊരു കമ്പനി നടത്താനുള്ള സാമർഥ്യമൊന്നുമില്ല. ഞാനിങ്ങനെ ഫ്രീ ബേർഡായി നടക്കുകയല്ലേ. സാമ്പത്തികമായ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. അവന്റെ വാക്കുകൾ കേട്ട് ആര്യൻ പുഞ്ചിരിച്ചു.
നീരവിന് കലാപരമായ കഴിവുണ്ടെന്ന് ആര്യന് ഉറപ്പായിരുന്നു. പക്ഷെ ഒരു കമ്പനി നടത്തുന്നതിന് ഒരാൾക്ക് മൂർച്ചയുള്ള ബിസിനസ് മൈൻഡ് ആവശ്യമാണ്. അത് നീരവിനില്ലായിരുന്നു. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പൂജ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ആര്യനോട് പറഞ്ഞു, ആര്യൻ, നീ ഒരു എന്റർടൈൻമെന്റ് കമ്പനി തുടങ്ങാൻ നീരവിനോട് പറഞ്ഞല്ലോ. നീ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പൂജയുടെ ചോദ്യം കേട്ട് ആര്യൻ അമ്പരന്നു. നീരവിന്റെ താല്പര്യം അറിയാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങനെ വെറുതെ ചോദിച്ചത്. അല്ലാതെ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ അവൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. കൂടാതെ രജപുത്ര സാമ്രാജ്യത്തിന് കീഴിൽ നിരവധി എന്റർടൈൻമെന്റ് കമ്പനികൾ ഇതിനകം തന്നെ പ്രവർത്തിക്കുകയും വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആ കമ്പനികൾ പ്രവർത്തിക്കുന്ന രീതി ആര്യന് ഇഷ്ടമായിരുന്നില്ല. ആ കമ്പനികളെല്ലാം അവരുടെ കലാകാരന്മാരെ വളരെയധികം ചൂഷണം ചെയ്യുന്ന പോലെ ആര്യൻ തോന്നിയിരുന്നു. കഴിവുള്ള സർഗാത്മക കലാകാരന്മാരെ അടിമകളെ പോലെ പരിഗണിക്കുന്നതിനോട് ആര്യൻ എപ്പോഴും എതിരായിരുന്നു. ഒരു കലാകാരന്റെ മനസ്സ് എത്ര ലോലമായിരിക്കുമെന്നും അവരെ എത്ര ശ്രദ്ധയോടെ വളർത്തിയെടുക്കണമെന്നും അവൻ അറിയാമായിരുന്നു. എന്നാൽ ഓരോ കരാറുകളിലൂടെ ഇങ്ങനത്തെ കമ്പനികൾ തങ്ങളുടെ കലാകാരന്മാരുടെ രക്തം വലിച്ചെടുക്കുകയാണെന്ന് ആര്യൻ തോന്നാറുണ്ട്. അല്പസമയത്തെ മൗനത്തിന് ശേഷം പൂജയുടെ ചോദ്യത്തിന് മറുപടിയായി ആര്യൻ പറഞ്ഞു, അതിനെക്കുറിച്ച് സീരിയസ് ആയി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അത് നീരവിനോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പൂജ ആര്യനോട് പറഞ്ഞു, നിനക്കെന്ന ഒരു എന്റർടൈൻമെന്റ് കമ്പനി തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കോളേജ് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. സ്വന്തമായൊരു കമ്പനി തുടങ്ങുക എന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കലാകാരന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനി എന്നത് എന്റെ ഒരു സ്വപ്നമാണ്. കഴിവുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. വളരെ കഴിവുള്ള ഒരുപാട് ആളുകൾ ആരും അറിയാതെ പലയിടത്തുമുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തണം. നീ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ജാൻവി, രാധി എന്നിവർക്കും ഈ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കാമല്ലോ. പൂജ പറഞ്ഞു നിർത്തിയപ്പോൾ ആര്യൻ പെട്ടെന്ന് ചിന്തയിലാണ്ടു. ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന അവനെ കണ്ട് പൂജ വീണ്ടും പറഞ്ഞു, ആര്യൻ, ഇത് എന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. നിനക്കറിയോ, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഒരു എക്സിക്യൂഷൻ പ്ലാൻ വരെ തയ്യാറാക്കി കഴിഞ്ഞതാണ്. കോളേജ് കഴിഞ്ഞ് കമ്പനി തുടങ്ങാൻ ആവശ്യമായ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നാലും ഞാൻ ഇത് ചെയ്യും. അപ്പോഴാണ് നിന്റെ വായിൽ നിന്നും സെയിം കാര്യം തന്നെ കേട്ടത്. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇത് സംബന്ധിച്ചൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. പൂജയുടെ ഉത്സാഹം കണ്ട് ആര്യൻ ചിരിച്ചു. നീരവ് അത്ഭുതത്തോടെ പൂജയെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. പൂജയെ ആദ്യം മുതലേ നീരവിന് ഇഷ്ടമായിരുന്നു. അവളുടെ ആത്മവിശ്വാസം, ലീഡർഷിപ്പ് ക്വാളിറ്റി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവളുടെ മനസ്സ്, ഇതൊക്കെ അവനെ വല്ലാതെ ആകർഷിച്ചു. ഇന്ന് പൂജ അവനെ വീണ്ടും അമ്പരപ്പിച്ചു. ആര്യൻ മൃദുവായി പുഞ്ചിരിച്ച് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നീരവ് പൂജയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ആര്യന്റെ സുഹൃത്തുക്കളെ എല്ലാം ഉൾപ്പെടുത്താവുന്ന ഒരു കമ്പനി സ്ഥാപിക്കാൻ പൂജ ആഗ്രഹിക്കുന്നു എന്ന ആശയം ആര്യന് കൊള്ളാമെന്ന് തോന്നി. മാത്രവുമല്ല, ഈ കമ്പനിയിലൂടെ നീരവ് പൂജ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യാം. കമ്പനിയിൽ പണം നിക്ഷേപിക്കുക എന്നത് ആര്യനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരുന്നില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പൂജയോട് പറഞ്ഞു, ശരി, നീ ആദ്യം പേപ്പേഴ്സ് എല്ലാം ശരിയാക്ക്. ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു മീറ്റിംഗ് നടത്തട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഞാൻ തരാം. എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. അതെല്ലാം പൂജയുടെ ഇഷ്ടം. ആര്യനെ അവളെ സഹായിക്കുമെന്ന് പൂജ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇവിടെ വരെ എത്തുമെന്ന് അവൾ വിചാരിച്ചില്ല. അവൻ എപ്പോഴും അവൾ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചെയ്തു കൊടുക്കാറുണ്ട്. അവനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അവൾക്കപ്പോൾ അറിയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങളായി പൂജയുടെ മനസ്സാകെ കൺഫ്യൂഷനിലാണ്. അവൾ ശരിക്കും ആര്യനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അതോ അവന്റെ ഔദാര്യത്തിന് അവനോട് നന്ദി തോന്നുകയാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളുടെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞിരുന്നു. ആര്യൻ എപ്പോൾ പൂജയോട് പറഞ്ഞു, എന്നാ പിന്നെ കാര്യങ്ങൾ അങ്ങനെ ആവട്ടെ. നമ്മളൊരു കമ്പനി തുടങ്ങുകയാണ്. നീ ആയിരിക്കും അതിന്റെ ഓപ്പറേഷൻ ഡയറക്ടർ. ആര്യൻ കമ്പനിയുടെ പൂർണ്ണ ഭരണം പൂജയ്ക്ക് കൈമാറി. അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് രാധികയും ജാൻവിയും അങ്ങോട്ടേക്ക് വന്നത്. അവരും കമ്പനിയെക്കുറിച്ച് കേട്ട് ആവേശഭരിതരായിരുന്നു. എന്നിരുന്നാലും ആര്യൻ ഇത്രയും വലിയ പോസ്റ്റ് പൂജയ്ക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ ജാൻവിക്ക് അസ്വസ്ഥത തോന്നി. അവൾക്ക് പൂജയോട് ഇതുവരെ അസൂയൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ആര്യൻ അവളെ ഇങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ ഒരു ദേഷ്യം പോലെ തോന്നി. ഒരുപക്ഷെ ആര്യൻ പൂജയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് വരെ അവൾ സംശയിച്ചു. ജാൻവിയുടെ മുഖത്തെ ഭാവം മാറിയത് ആര്യൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജാൻവി, ഈ കമ്പനിയുടെ ആർട്ടിസ്റ്റിക് വിഭാഗത്തിന്റെ സിഇഒയുടെ റോൾ തന്ന നീ സ്വീകരിക്കുമോ? ഏത് കലാകാരന്മാർക്ക് അവസരം നൽകണം, ആരെയൊക്കെ ഇവിടെ നിയമിക്കണം, അവരുടെ കൃത്യമായ റോളുകൾ, അവരുടെ വേഷങ്ങൾ, വസ്ത്രാലങ്കാരം,
തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് നിനക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കും. സ്റ്റേജ് ഡിസൈൻ അടക്കം അങ്ങനെ എല്ലാം നിന്റെ കീഴിലായിരിക്കും വരിക. പൂജ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ എല്ലാ ക്രിയാത്മക പ്രവർത്തനങ്ങളും നിന്റെ കൈകളിലായിരിക്കും. ജാൻവി ഒന്നും മിണ്ടിയില്ല. ഒരു നിമിഷം കൊണ്ട് ആര്യൻ അവൾക്ക് പൂജയ്ക്ക് തുല്യമായ സ്ഥാനം മാത്രമല്ല, അതിലും വലിയ പൊസിഷനും അധികാരങ്ങളുമാണ് തന്നത്. ജാൻവിക്ക് എന്ത് പറയണമെന്നറിയാതെയായി. അവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് രാധിക ചിന്തിച്ചു. ആര്യൻ അവന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഓരോ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു. പക്ഷെ ഞാൻ ക്ലബിലെ ഒരു സ്ഥിരം ഗായിക മാത്രമാണ്. എനിക്കിതിലൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. അവളുടെ മുഖത്ത് സങ്കടം വ്യക്തമായിരുന്നു. എന്നാൽ ആര്യൻ എല്ലാം ശ്രദ്ധിച്ചു. അവൻ രാധികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, രാധിക, നീയും ഇവരുടെ കൂടെ എല്ലാറ്റിനും ഉണ്ടാവും. ജാൻവിയുടെ അണ്ടറിൽ ആർട്ടിസ്റ്റിക് ഹെഡായിരിക്കും നീ. രാധികയ്ക്ക് ഇത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു സാധാരണ ക്ലബ് ഗായികയായി ജോലി ചെയ്തിരുന്ന അവൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ വരുന്നു എന്നത് അവളെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ നീരവ് പൂർണ്ണമായും നിശബ്ദനായിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആര്യൻ എഴുന്നേറ്റ് ചെന്ന് അവന്റെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു, നീരവിന്റെ പേരിലാവും കമ്പനി ആരംഭിക്കുക. ഞാനതിൽ പണം നിക്ഷേപിക്കുകയുള്ളൂ. ഇവനായിരിക്കും അതിന്റെ ഉടമ. നിങ്ങളെല്ലാവരും നീരവിനോടാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവനാണ് ബോസ്. ആര്യൻ തന്നെ ബോസ് എന്ന് വിളിച്ചതും നീരവ് ഞെട്ടിപ്പോയി. ആര്യൻ അവനെ അപ്പോൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ബോധം പോയി തന്റെ കസാര മറിഞ്ഞ് വീഴുമായിരുന്നു. നീരവ് ഞെട്ടലോടെ പറഞ്ഞു, നീ എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്ന ആര്യൻ? ഇതെല്ലാം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ എല്ലാം കൂടെ കൈകാര്യം ചെയ്യും? ആര്യൻ പറഞ്ഞു, അത്രയും കാര്യക്ഷമതയുള്ളവരാണ് നിന്റെ കൂടെ പ്രവർത്തിക്കുന്നത്. എല്ലാവരും നിന്റെ കൂടെ തന്നെ ഇല്ലേ? പിന്നെ എന്തിനെ കുറിച്ചാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ നിന്റെ സംഗീതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. പൂജ, ജാൻവി എന്നിവർ ചേർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തോളും. കമ്പനി എന്തായാലും നിന്റെ പേരിൽ തന്നെയാവും തുടങ്ങുക. അപ്പോഴും പരിഭ്രാന്തി മാറാതെ നീരവ് പറഞ്ഞു, എടാ, ഇത് വെറുതെ നിന്റെ പണമെല്ലാം പാഴായി പോവേ ഉണ്ടാവൂ. ഞങ്ങളെല്ലാവരും ഒട്ടും അനുഭവ പരിചയമില്ലാത്തവരാണ്. ഞങ്ങളിൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അവൻ ഉറപ്പ് നൽകിക്കൊണ്ട് ആര്യൻ പറഞ്ഞു, നോക്ക് നീരവ്, ഞാൻ ഈ കമ്പനി ആരംഭിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചേക്കും. ഒന്നുകിൽ അത് വിജയിക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അത് വിജയിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അത് വലിയൊരു അനുഭവം നൽകും. നിങ്ങളുടെ അടുത്ത സംരംഭം ആരംഭിക്കുമ്പോൾ ഈ കമ്പനി പരാജയപ്പെട്ടാലും നിങ്ങൾക്കിതിൽ നിന്നും പലതും കിട്ടും. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ എല്ലാം അവസാന പരീക്ഷയും കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആര്യൻ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടർന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ അവർ സമ്മർദ്ദവും പിരിമുറുക്കവും അനുഭവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. ആര്യനെ പോലെയൊരു സുഹൃത്തിനെ കിട്ടിയത് എത്ര ഭാഗ്യമാണെന്ന് മാത്രമാണ് ഇപ്പോൾ അവർ ചിന്തിച്ചത്. അപ്പോൾ പൂജ ചോദിച്ചു, നമ്മുടെ കമ്പനിയുടെ ഓഫീസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ആര്യൻ പറഞ്ഞു, ഈ ക്ലബിന്റെ മുകളിലത്തെ നില ഒഴിഞ്ഞു കിടക്കുകയല്ലേ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു താൽക്കാലിക ഓഫീസ് ആരംഭിക്കാം. കോളേജ് അവസാനിച്ചതിന് ശേഷം കമ്പനി പൂർണ്ണമായി തുടങ്ങുകയും നിങ്ങൾക്ക് പുതിയ ആളുകളെ നിയമിക്കുകയും കൂടാതെ പുതിയ സ്ഥലത്തൊരു വലിയ ഓഫീസിലേക്ക് മാറുകയും ചെയ്യാം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആര്യൻ ഒരു കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയും എല്ലാവരുടെയും അധികാര മേഖലകൾ തീരുമാനിക്കുകയും ചെയ്തു. എല്ലാവരും അതിൽ സന്തോഷിച്ചു. പെട്ടെന്ന് ആര്യന്റെ ഫോൺ റിംഗ് ചെയ്തു. സ്ക്രീനിലെ പേര് കണ്ടപ്പോൾ അവൻ ആകെ ഞെട്ടി. ആര്യൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. അവന്റെ ശബ്ദത്തിൽ സന്തോഷവും സങ്കടവും ഇടകലർന്നിരുന്നു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്നെ ഒന്ന് ഓർത്തല്ലോ. മറുവശത്ത് ഒരു വിറയാർന്ന ശബ്ദം മറുപടി പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് നിന്റെ നമ്പർ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് വീണ്ടും നമ്പർ കിട്ടിയത്. അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാതെ ഞാൻ ഇത്രയും ദിവസം ഇരിക്കുവോ? പക്ഷെ നീയും എന്നെ വിളിച്ചില്ലല്ലോ. ഒരു നെടുവീർപ്പോടെ ആര്യൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജീവിതം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. സോറി, എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടതായിരുന്നു. മറുവശത്ത് നിന്ന് വീണ്ടും ശബ്ദം വന്നു, അതൊക്കെ ഇപ്പൊ വിട്. ജോണി പപ്പയ്ക്ക് ഗുരുതര അസുഖമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ വിളിച്ചത്. ഡോക്ടർമാര് പോലും ഉപേക്ഷിച്ച മട്ടാണ്. ഇത് കേട്ട് ആര്യൻ ഞെട്ടിപ്പോയി. അവന്റെ ശരീരം മുഴുവൻ വിറച്ച് പരിഭ്രാന്തനായി അവൻ ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? സുഖമില്ലെന്നോ? എന്താ പറ്റിയത്? ഒരു അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ. ശരീരം നന്നായി ശ്രദ്ധിച്ചിരുന്നല്ലോ. രാവിലെ നടക്കാൻ പോകുന്നു, യോഗ ചെയ്യുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നതാണല്ലോ. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അപ്പുറത്ത് നിന്നും പറഞ്ഞു, അതൊക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്നത് തന്നെയാണ്. ഒരു ദിവസം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആളുകൾ വന്ന്
ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടം അനധികൃതമാണെന്ന് പറഞ്ഞു. ജോണി പപ്പ എല്ലാ പേപ്പറുകളും കാണിച്ചെങ്കിലും അവരൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവരെന്തൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നു. അവര് വീടിന്റെ ഒരു ഭാഗം തകർക്കുക പോലും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ടാണ് ജോണി പപ്പയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നത്. ഇനിയും എന്തെങ്കിലും ടെൻഷൻ വന്നാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നാണ് പറയുന്നത്. കണ്ടീഷൻ കുറച്ച് മോശമാണ്. ആര്യൻ ഒന്ന് ഞെട്ടി. പിന്നെ ചോദിച്ചു, അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? നീ ഡോക്ടറോട് സംസാരിച്ചോ? അവർക്ക് സ്റ്റെന്റോ മറ്റോ ഇടാൻ കഴിയോ? എത്ര ബ്ലോക്ക് ഉണ്ട്? എനിക്ക് ഡോക്ടർമാരോട് സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ നിന്റെ നമ്പർ തേടി പിടിച്ചത്. എന്റെ ഫോൺ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ ജോണി പപ്പയുടെ ഫോൺ എടുത്തത്. ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞ പപ്പ എന്നെ ഒരിക്കലും അതിന് അനുവദിക്കില്ലായിരുന്നു. നീ പഠിച്ചോട്ടെ, നിന്നെ ശല്യപ്പെടുത്തരുത് എന്നാണ് എപ്പോഴും പറയാറ്. എനിക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയില്ല. എനിക്ക് മര്യാദയ്ക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയില്ല. ഞാൻ എങ്ങനെ ഡോക്ടർമാരോട് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കും? നീ ഒന്ന് വാ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാരോടൊന്ന് സംസാരിക്കൂ. ആര്യൻ അവനെ ആശ്വസിപ്പിച്ചു. വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ അപ്പുറത്ത് നിന്നും അയാൾ പറഞ്ഞു, ശരി, ഞാൻ കാത്തിരിക്കാം. അധികം സമയം എടുക്കരുത്. എനിക്ക് വേണ്ട. അവൻ പറഞ്ഞത് മുഴുവനാക്കാതെ പകുതിയിൽ നിർത്തി. എന്നാൽ ആര്യന് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിരുന്നു. അവന്റെ ശരീരം മുഴുവൻ ഭയത്താൽ വിറച്ചു. ആര്യൻ ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് പോയി. എന്നിട്ട് മാഗിയോട് പറഞ്ഞു, എനിക്കുടൻ ഒരു പ്രൈവറ്റ് ജെറ്റ് ഏർപ്പാട് ചെയ്യൂ. എനിക്കിപ്പോ തന്നെ കോയമ്പത്തൂർ പോകണം. ആര്യന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് മാഗി ഞെട്ടിപ്പോയി. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ചിന്തിച്ചു. ആരാണ് വിളിച്ചത്? എന്തിനാണ് ആര്യൻ ഇപ്പോൾ കോയമ്പത്തൂർ പോകുന്നത്? 68. ജോണി പപ്പയ്ക്ക് അസുഖമാണെന്ന് കേട്ടതോടെ ആര്യൻ ആകെ വിഷമിച്ചു. വേഗം തന്നെ ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്യാൻ അവൻ മാഗിയോട് ആവശ്യപ്പെട്ടു. ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ആര്യൻ നേരെ ക്ലബിലെ ഓഫീസിലേക്ക് പോയി. പഴയ ഓർമ്മകൾ കനത്ത കാർമേഘങ്ങൾ പോലെ അവന്റെ മനസ്സിൽ വീണുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യനെ അവന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അവന്റെ അമ്മയ്ക്ക് ആര്യനോട് വലിയ അടുപ്പമായിരുന്നു. പക്ഷേ അവൻ നമ്മുടെ രക്തമല്ലെന്നും ദത്തെടുത്ത കുട്ടിയാണെന്നുമാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ സാമ്രാജ്യം ഭരിക്കാൻ യോഗ്യനാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് അച്ഛൻ അമ്മയോട് പറഞ്ഞത്. അമ്മ അന്ന് ഒരുപാട് കരഞ്ഞു പറഞ്ഞെങ്കിലും അച്ഛൻ ആര്യനോട് കരുണ കാട്ടിയില്ല. അവനെ വീട്ടിൽ നിന്നും ക്രൂരമായി പുറത്താക്കി. ഇതിന്റെ ആഘാതത്തിൽ അവന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു. വീട് വിട്ടിറങ്ങി ആര്യൻ നേരെ തെരുവിലേക്കാണ് പോയത്. ഭിക്ഷക്കാരേക്കാൾ കഷ്ടമായിരുന്നു അവന്റെ അവസ്ഥ. വിശപ്പും ദാഹവുമായി അവൻ ഒരുപാട് അലഞ്ഞു. തന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ തനിക്കൊരിക്കലും ഇങ്ങനെ അലയേണ്ടി വരില്ലായിരുന്നു എന്ന് അവൻ ചിന്തിച്ചിരുന്നു. ആര്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം പിന്നീട് അവന്റെ അവസ്ഥ എന്താണെന്ന് അവന്റെ വീട്ടുകാരും തിരിഞ്ഞു നോക്കിയില്ല. കുടുംബത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നാണ് അച്ഛൻ എല്ലാവരോടും പറഞ്ഞത്. ആര്യൻ മാസങ്ങളോളം വിശപ്പും ദാഹവുമായി തെരുവിലൂടെ അലഞ്ഞു. വയറ്റിലെ വിശപ്പിന്റെ വിളി കൂടി വന്നപ്പോൾ ചവറ്റ് കൊട്ടകൾ വരെ അരിച്ചു പറക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. അങ്ങനെ പലയിടത്തു നിന്നും കിട്ടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ചായിരുന്നു അവൻ ജീവൻ നിലനിർത്തിയിരുന്നത്. മഴയും വെയിലും തണുപ്പും എല്ലാം കൂടി അവനെ ആകെ തളർത്തി. ചില ദിവസങ്ങളിൽ ഭിക്ഷാടകരുടെയും മയക്കുമരുന്നിന് അടിമകളായവരുടെയും ആക്രമണം വരെ അവന് നേരിടേണ്ടി വന്നു. അന്നത്തെ ആ ദിവസങ്ങൾ ഓർക്കുമ്പോഴെല്ലാം ആര്യന്റെ മനസ്സ് ഇപ്പോഴും വിറയ്ക്കാറുണ്ട്. ഒരിക്കൽ ഒരു തണുത്ത രാത്രിയിൽ മദ്യപിച്ച 2 പുരുഷന്മാർ അവനെ പിടികൂടിയത് അവൻ ഒരിക്കലും മറക്കില്ല. അവരവനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആര്യൻ തന്റെ പൂർണ്ണ ശക്തിയോടെ അവരോട് പോരാടാൻ തുടങ്ങി. പക്ഷെ അവർ വീണ്ടും അവനെ വല്ലാതെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു എവിടെ നിന്നോ ഒരു മാലാഖയെ പോലെ ജോണിപ്പപ്പ അവിടേക്ക് വന്നത്. അയാൾ ആ മദ്യപന്മാരെ അടിച്ചോടിച്ച് ആര്യനെ രക്ഷിച്ചു. കരച്ചിലും പേടിയും മൂലം ആര്യൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിശപ്പും ദാഹവും കാരണം അവന്റെ വയർ ഒട്ടിപ്പിടിച്ചിരുന്നു. ജോണി ആര്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് അവന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആര്യൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ തന്നെ പോലെ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ജോണിപ്പപ്പ അവരെയെല്ലാം ഇതുപോലെ തെരുവിൽ നിന്ന് രക്ഷിച്ചതാണ്. അയാളുടെ കയ്യിലധികം പണമൊന്നുമില്ലായിരുന്നു. വഴിയരികിൽ ഒരു പഴയ കെട്ടിടമായിരുന്നു അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു അയാൾ ഈ കുട്ടികൾക്കെല്ലാം അഭയം നൽകുന്നത്. ആ പ്രദേശത്തെ മാലിന്യം ശേഖരിക്കുന്ന ജോലിയായിരുന്നു ജോണിക്ക്. വീട് വീടാന്തരം കയറിയിറങ്ങി തന്റെ ടെമ്പോ വാനിൽ മാലിന്യമെല്ലാം ശേഖരിച്ച് അത് നിക്ഷേപിക്കുന്ന സ്ഥലത്ത് പോയി തള്ളുകയായിരുന്നു അയാൾ ചെയ്തിരുന്നത്.
അയാളുടെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ലെങ്കിലും അയാളുടെ ഹൃദയം ഒരു മാലാഖയെ പോലെയായിരുന്നു. ജോൺ ഡിസൂസ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. പക്ഷെ അനാഥരായ കുട്ടികൾക്ക് അയാൾ ഒരു അച്ഛനെ പോലെയായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം അയാളെ സ്നേഹത്തോടെ ജോണി പപ്പ എന്ന് വിളിച്ചു. പോക്കറ്റിൽ ഒന്നുമില്ലെങ്കിലും പാവപ്പെട്ട കുട്ടികളെ അയാൾ തന്നാൽ കഴിയുന്ന വിധം സഹായിച്ചു പോന്നു. അയാളുടെ ജോലിക്കിടയിൽ തെരുവിൽ നിന്ന് ആരെയെങ്കിലും അനാഥരായി കണ്ടെത്തിയാൽ അവരെ അയാൾ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ആ കുട്ടികളെല്ലാം അവിടെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ജോണി അവരിൽ ചിലരെ സ്കൂളിൽ അയക്കുകയും ചിലർക്ക് ചെറിയ ജോലികൾ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം ജോണി എന്നും നൽകി. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ആ കുട്ടികൾക്ക് അവിടെ സംരക്ഷണം കിട്ടി. ചില കുട്ടികൾ പഠനത്തിൽ മിടുക്കരായിരുന്നു. ചിലരെ ജോണി എത്ര പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല. ആര്യൻ കുട്ടിക്കാലം മുതലേ വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. വിദ്യാഭ്യാസത്തിൽ നല്ല അടിത്തറ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും പഠിക്കാൻ കഴിഞ്ഞപ്പോഴും ആര്യൻ എല്ലാ ക്ലാസ്സിലും ഒന്നാമനായി തന്നെ കയറിപ്പോയി. ആര്യന്റെ പഠനത്തിലെ അർപ്പണബോധവും മിടുക്കും കണ്ട് ജോണി അവനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. രാവിലെ ജോണിയുടെ കൂടെ മാലിന്യം ശേഖരിക്കാൻ പോകാറുണ്ടായിരുന്നു ആര്യൻ. വൈകുന്നേരമായിരുന്നു സ്കൂളിൽ പോകുന്നത്. രാത്രി ഇരുന്ന് പഠിക്കും. വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ആര്യൻ +2 ആയപ്പോഴേക്കും സ്കൂളിൽ തന്നെ ഒന്നാമനായി മാറി. കൊച്ചിയിലെ മികച്ച കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ച ആര്യൻ +2 ശേഷം അതിനുള്ള അപേക്ഷകൾ അയച്ചു. അവസാനം അവൻ ആഗ്രഹിച്ച പോലെ തന്നെ വിദ്യാവർഷിണി കോളേജിൽ അഡ്മിഷൻ നേടിയെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാനോ വസ്ത്രങ്ങളും പുസ്തകങ്ങളും വാങ്ങാനോ അവന്റെ കയ്യിൽ പണമില്ലായിരുന്നു. ജോണി പപ്പ തന്റെ സമ്പാദ്യം എല്ലാം ചെലവഴിച്ചാണ് അവനെ പഠിക്കാൻ അയച്ചത്. പപ്പ തനിക്ക് വേണ്ടി എല്ലാം നൽകിയപ്പോൾ അവൻ വല്ലാതെ കരഞ്ഞു. ഈ പണം 10 അല്ല 100 മടങ്ങായി തിരിച്ചു തരാമെന്നവൻ അയാൾക്ക് വാക്ക് നൽകി. അപ്പോൾ ജോണി അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മോനെ, തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്റെ മക്കൾ പഠിച്ച് വലിയ നിലയിലായി തീർന്ന അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ ഈ പണമെല്ലാം എനിക്ക് എന്തിനാണ്? ആര്യൻ പഠനത്തിനായി കൊച്ചിയിലേക്ക് പോയ ദിവസം ജോണി ഒരുപാട് കരഞ്ഞു. ആര്യനും തന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയാണ് തോന്നിയത്. കൊച്ചിയിൽ വന്നതിന് ശേഷം ആര്യൻ പല ജോലികളും സ്വന്തമായി ചെയ്തു. പപ്പ തന്നെ വിശ്വസിച്ചാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഭാരവും പപ്പയുടെ മേൽ ചുമത്താതിരിക്കാൻ അവനാവുന്നത് ശ്രമിച്ചു. കൊച്ചിയിൽ വന്നതിന് ശേഷം രാവും പകലും ചെറിയ ജോലികൾ പലതും ചെയ്തു. പണത്തിനു വേണ്ടി അവൻ പിന്നെ ഒരിക്കലും ജോണിയെ വിളിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ അവിടുത്തെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ആര്യൻ പപ്പയെ വിളിക്കുമായിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയും. ഈ ലോകത്ത് തനിക്കൊരു കുടുംബമുണ്ടെങ്കിൽ അത് താൻ ഉപേക്ഷിച്ചു പോന്ന തന്റെ ആ വീട്ടിൽ താമസിക്കുന്ന ജോണി പപ്പയും തന്റെ അവിടുത്തെ കൂട്ടുകാരുമാണെന്ന് ആര്യന് തോന്നി. പിന്നീട് ആര്യന്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചു. അവന്റെ സമ്പത്തെല്ലാം തിരികെ വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അതിനുശേഷം ഉണ്ടായി. ഈ തിരക്കിനിടയിൽ ജോണിയെ വിളിക്കാൻ ആര്യന് സമയം കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഇന്ന് അവന്റെ അവിടുത്തെ സുഹൃത്ത് ശിവൻ വിളിച്ച് ജോണിക്ക് ഹൃദയാഘാതം വന്നെന്ന് പറഞ്ഞത്. ശിവന്റെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ജോണി പാപ്പ അവന്റെ അമ്മയും അച്ഛനും എല്ലാമായിരുന്നു. ആര്യൻ വളർന്ന അതേ സ്ഥലത്താണ് ശിവനും വളർന്നത്. അവന്റെ യഥാർത്ഥ പേര് ശിവൻ എന്നാണെങ്കിലും അവൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തതിനാൽ ജോണി അവനെ തമ്പുരു എന്നാണ് വിളിച്ചിരുന്നത്. ശിവന്റെ തമ്പുരു. ശിവൻ നല്ലൊരു മനസ്സിനുടമയായിരുന്നെങ്കിലും പഠിക്കാൻ അവൻ വളരെ മോശമായിരുന്നു. ജോണി എത്ര ശ്രമിച്ചിട്ടും അവൻ സ്കൂളിൽ പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. എത്ര കൊണ്ടുവിട്ടിട്ടും അവൻ പിന്നെയും പിന്നെയും സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക പതിവായിരുന്നു. ഒടുവിൽ ജോണി അവനെ പഠിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. അന്ന് മുതൽ കൂലിപ്പണി ചെയ്താണ് അവൻ ജീവിതം നയിച്ചിരുന്നത്. പത്രം വിറ്റോ മെക്കാനിക് പണിയെടുത്തോ ഒക്കെയാണ് അവൻ തന്റെ ചെലവുകൾ നടത്തിയിരുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ കോയമ്പത്തൂരിൽ പോയി ജോണിയെയും തന്റെ കൂട്ടുകാരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആര്യൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അവിടെ താമസിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല അറേഞ്ച്മെന്റുകൾ ഇവിടെ കൊച്ചിയിൽ ചെയ്യണം. ഇതുപോലെ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ഭാവിയിൽ പലയിടങ്ങളിലായി സ്കൂളുകളും വീടുകളും എല്ലാം നിർമ്മിച്ചു നൽകണമെന്നതായിരുന്നു ആര്യന്റെ സ്വപ്നം. പണ്ടേ അവന്റെ മനസ്സിൽ അതിനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നേരെ പപ്പയുടെ മുമ്പിലേക്ക് വില കൂടിയ കാറിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു വലിയ ബിസിനസ്സുകാരനായി ചെന്നിറങ്ങുന്നത് ആര്യൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ പപ്പയുടെ കണ്ണിലുണ്ടാവുന്ന ആ അത്ഭുതം നേരിൽ കാണണം. പക്ഷെ അതിനെല്ലാം മുമ്പാണ് ശിവന്റെ വിളി വന്നത്. പപ്പയുടെ അവസ്ഥ വളരെ മോശമാണ്. അതാലോചിച്ചപ്പോൾ ആര്യന്റെ കണ്ണിൽ കണ്ണുനീർ പൊടിഞ്ഞു. അപ്പോഴാണ് പപ്പയുടെ ആ വീട്
ആർക്കോ തട്ടിയെടുക്കാൻ ആഗ്രഹമുള്ളത് പോലെ ഉണ്ടെന്ന് തോന്നുന്നെന്ന ശിവന്റെ വാക്കുകൾ ആര്യൻ ഓർമ്മ വന്നത്. അവനാകെ ടെൻഷനായി. ആര്യൻ ഉടനെ തന്നെ വിശ്വനാഥനെ വിളിച്ചു. എന്നിട്ട് ആ വീട് ആർക്കാണ് തട്ടിയെടുക്കാൻ ആഗ്രഹമെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആര്യൻ ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി. ആ വീടിനെ തൊടാൻ ആർക്കാണ് ധൈര്യം എന്നാണ് അവൻ ചിന്തിച്ചത്. അത് ചെയ്യാൻ ശ്രമിച്ചയാളെ വെറുതെ വിടരുതെന്ന് അവൻ മനസ്സിൽ കരുതി. കുറച്ചു സമയത്തിന് ശേഷം മാഗി വന്ന് പ്രൈവറ്റ് ജെറ്റ് തയ്യാറായിട്ടുണ്ടെന്ന് ആര്യനോട് പറഞ്ഞു. അവൻ വേഗം കൂട്ടുകാരിയൊന്നും കാണാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ അവന് കോയമ്പത്തൂരിൽ എത്തണമായിരുന്നു. ആര്യൻ മാഗിയോട് പറഞ്ഞു, കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ മാത്രം ദൂരമുള്ള ഒരു ചെറിയ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ തന്നെ അവിടെ നേരിട്ട് പോകേണ്ടതുണ്ട്. ഞാൻ അവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുൻപായി എനിക്ക് വേണ്ടി ഒരു സ്പോർട്സ് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നീ ഉറപ്പാക്കണം. അവിടുത്തെ റോഡുകൾ നല്ല തിരക്കേറിയതും വളരെ മോശവുമാണ്. അതുകൊണ്ട് യാത്രയ്ക്ക് ഒരു തടസ്സവും വരാതെ എല്ലാം മുൻകൂട്ടി തന്നെ അറേഞ്ച് ചെയ്യണം. റോഡുകളെല്ലാം നല്ല വൃത്തിയായിരിക്കണം. ലാൻഡ് ചെയ്തതിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ എനിക്ക് ആ സ്ഥലത്തേക്ക് എത്തണം. ഇതെല്ലാം കേട്ട് മാഗി വളരെ അത്ഭുതപ്പെട്ടു നിന്നു. ആര്യൻ ഇത്രയ്ക്ക് ടെൻഷനിലാവാൻ അവിടെ എന്താണുള്ളതെന്ന് മാഗിക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ സമയത്ത് ആര്യനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ മാഗി ധൈര്യപ്പെട്ടില്ല. അവൾ നിശബ്ദമായി അവന്റെ ഓരോ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ശേഷം അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്യാൻ വേണ്ടി പോയി. ആര്യൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോൾ അവന് വേണ്ടി തയ്യാറാക്കിയ ആഡംബര പ്രൈവറ്റ് ജെറ്റ് അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഗംഭീരമായ ഫ്ലൈറ്റ് ആരുടേതാണെന്ന് അവിടെയുള്ള എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. ആര്യൻ തന്റെ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസുമാരെല്ലാം അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ കോടീശ്വരനെ കെയർ ചെയ്യാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമായി അവർ കരുതി. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു ആര്യൻ. ആര് കണ്ടാലും അവന്റെ ആ നടത്തം നോക്കി നിൽക്കുമായിരുന്നു. കോയമ്പത്തൂർ എയർപോർട്ടിൽ ആര്യൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ സ്ഥിതി വളരെ വിചിത്രമായിരുന്നു. അവിടെ പ്രൈവറ്റ് ജെറ്റിന് ലാൻഡ് ചെയ്യാൻ പ്രത്യേക അറേഞ്ച്മെന്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് അടിയന്തര കാര്യമായതുകൊണ്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു നടത്തിയിരുന്നത്. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ചില വിമാനങ്ങൾ നീട്ടിവെച്ചു. ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം ആരാണ് അവിടേക്ക് വരുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ആർക്കും കൃത്യമായി ഒന്നും അറിയില്ലായിരുന്നു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഇനി ഇന്ത്യൻ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആണോ എന്ന് വരെ ആളുകൾ സംശയിച്ചു നിന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ മന്ത്രിമാരാണെങ്കിലോ എന്നും ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആര്യനും കൂട്ടരും അവിടെ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യന്റെ മുന്നിലും പിന്നിലും ബ്ലാക്ക് കേറ്റ് കമാൻഡോകൾ ഉണ്ടായിരുന്നു. അടുത്തിടെ അവനെതിരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം വിശ്വനാഥൻ അവന്റെ സുരക്ഷ കർശനമാക്കിയിരുന്നു. മാഗി, ലക്ഷ്മി, പീറ്റർ, ആന്റണി എന്നിവരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ സുരക്ഷ കണ്ട് ആളുകൾ അമ്പരന്നു. ആര്യന്റെ എല്ലാ ബോഡി ഗാർഡ്സും ശ്രദ്ധാപൂർവം അവിടുത്തെ ഓരോ സെക്യൂരിറ്റികളും പരിശോധിച്ചുകൊണ്ടിരുന്നു. ആരെങ്കിലും ആര്യനെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചതായിരിക്കുമോ എന്ന് മാഗി സംശയിച്ചു. കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആര്യന് വേണ്ടി ഒരുക്കിയിരുന്നത്. ആര്യൻ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ എയർപോർട്ടിന് പുറത്തേക്ക് നടന്നു. അവൻ ആരോടും സംസാരിക്കുകയോ ആരുടെയും മുഖത്തേക്ക് നോക്കുകയോ പോലും ചെയ്തില്ല. അവൻ അത്രയും ടെൻഷനിലായിരുന്നു. പപ്പയെക്കുറിച്ച് മാത്രമായിരുന്നു അവന്റെ ചിന്ത. സ്പോർട്സ് കാറുകളുടെ ഒരു കൂട്ടം തന്നെ അവനെ കാത്ത് എയർപോർട്ടിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവന് പോകേണ്ട റൂട്ടിൽ ചില വാഹനങ്ങളെ അയച്ചിരുന്നു. റോഡുകളെല്ലാം ഇതിനകം ക്ലിയർ ആക്കിയിരുന്നു. ആ ആഡംബര കാറുകൾ നിരനിരയായി കടന്നു പോകുന്നത് കാണാൻ സാധാരണക്കാർ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും. ആരാണ് ആ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയാണോ അതെന്ന് ആളുകൾ സംശയിച്ചു. ഒരേ സമയം 30 സ്പോർട്സ് കാറുകളാണ് മുന്നിലും പിന്നിലുമായി ഉണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ വെച്ച് ആര്യൻ ശിവനെ വിളിച്ചു. ശിവ, ഞാനിവിടെ കോയമ്പത്തൂരിലെത്തി. അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പയെ ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ആര്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിവൻ ഞെട്ടിപ്പോയി. അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? ആര്യൻ പണക്കാരനായ കാര്യമൊന്നും ശിവൻ അറിയില്ലായിരുന്നു. അവന്റെ മനസ്സിൽ ആര്യൻ എപ്പോഴും തങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന ആ പഴയ ആള് തന്നെയായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ വന്നാൽ പോലും 24 മണിക്കൂറെങ്കിലും ആവും ഇങ്ങോട്ടേക്ക് എത്താൻ എന്നാണ് ശിവൻ കരുതിയത്. പിന്നെങ്ങനെ ഇത്ര പെട്ടെന്ന് അവനിവിടെ എത്തി? ശിവൻ വാച്ചിലേക്ക് നോക്കി. അവൻ ആര്യനെ വിളിച്ചിട്ട് 4 മണിക്കൂർ പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ എത്തി എന്നാണ് ആര്യൻ പറയുന്നത്. ശിവൻ ഇതൊരു അത്ഭുതം പോലെയാണ് തോന്നിയത്. അവൻ ആര്യനോട് പറഞ്ഞു, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയോ? നീ എന്താ അവിടെ നിന്നും പറന്നാണോ വന്നത്? ആര്യൻ പറഞ്ഞു, അതെ,
ഞാൻ പറഞ്ഞു തന്നെയാണ് വന്നത്. ബാക്കിയെല്ലാം പിന്നെ പറയാം. ജോണി പപ്പ എവിടെയാണുള്ളത്? ശിവൻ പറഞ്ഞു. പപ്പ ഇവിടെ സിവിൽ ഹോസ്പിറ്റലുണ്ട്. ഞാനും ഇവിടെ തന്നെയാണ്. ആര്യൻ പറഞ്ഞു. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതും പറഞ്ഞ് ആര്യൻ ഫോൺ കട്ട് ചെയ്തു. 15 മിനിറ്റിനുള്ളിൽ ആര്യൻ ഹോസ്പിറ്റലിലെത്തി. അവൻ ജോണിയെക്കുറിച്ച് റിസപ്ഷനിൽ അന്വേഷിച്ചു. ജോണി ജനറൽ വാർഡിലെ 10ാം നമ്പർ ബെഡിലാണുള്ളതെന്ന് അവിടെ ഇരുന്ന പെൺകുട്ടി പറഞ്ഞു. ആര്യൻ വേഗം ജനറൽ വാർഡിലേക്ക് നീങ്ങി. വാർഡിന് പുറത്തെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. ടെൻഷൻ കാരണം അവന്റെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലായി. അല്പസമയത്തിന് ശേഷം അവൻ ദീർഘനിശ്വാസമെടുത്ത് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടോ ഇവിടെ മറ്റെന്തോ കുഴപ്പമുണ്ടെന്ന് അവന്റെ ഉള്ളിൽ തോന്നി. ശിവൻ തന്നിൽ നിന്നും എന്തോ മറച്ചു പിടിക്കുന്നത് പോലെ. ജോണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഇവിടെ ഇനി എന്താണ് പുതിയ പ്രശ്നം ആര്യൻ നേരിടാൻ പോകുന്നത്?